മലയാള സിനിമയിൽ അധികമാരും പറയാത്തതും ചെയ്യാൻ മടിച്ചതുമായ ചില ഗംഭീര എക്സ്പെരിമെന്റ് സിനിമകൾ അഥവാ പരീക്ഷണ സിനിമകളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. എക്സ്പെരിമെന്റ് 5 2023 ഒരു പരീക്ഷണ സിനിമയായിരുന്നു എക്സ്പെരിമെന്റ് 5. കൊറിയൻ സിനിമകളിൽ കണ്ടിട്ടുള്ള സോംബി എന്ന കൺസെപ്റ്റ് ഉൾപ്പെടുത്തി കഥ പറഞ്ഞ ആദ്യ മലയാള സിനിമയായിരുന്നു എക്സ്പെരിമെന്റ് 5. ഒരു തമിഴ് സിനിമയിൽ വരെ സോംബി കൺസെപ്റ്റ് വന്നെങ്കിലും എന്നാണ് മലയാളത്തിൽ വരുന്നത് എന്ന് വണ്ടറടിച്ചു നിന്നപ്പോഴാണ് ഈ സിനിമ റിലീസായത്. ഈ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും ഇൻസ്പയർ ആയി ഉണ്ടാക്കിയതാണ്. അതായത് 1947 ഇപ്പോഴത്തെ റഷ്യയായ അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രജ്ഞന്മാര് മനുഷ്യ ചരിത്രത്തിലെ വളരെ ക്രൂരമായ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ തടവുകാരെ 15 ദിവസം ജയിലിലാക്കി അവരുടെ ഉറക്കം തടയാൻ വേണ്ടി ഒരു ഉത്തേജക വാതകം നൽകി. ആ വാതകത്തിന്റെ പ്രവർത്തനവും അവരുടെ ഉറക്കക്കുറവ് മൂലവും ആ മനുഷ്യരെ സോംബിയാക്കി മാറ്റി ആ വാതകത്തിന് അടിമകളാക്കുന്നു. പിന്നീട് സോംബിയായി തീർന്ന ആ ഒരു മനുഷ്യരെ വെച്ച് സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളോടും യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ ഒരു ക്രൂരമായ പരീക്ഷണം സ്ലീപ്പ് എക്സ്പെരിമെന്റ് വാർ എന്നാണ് അറിയപ്പെടുന്നത്. റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ യുദ്ധത്തിന് വേണ്ടിയാണ് മനുഷ്യരെ സോംബികളാക്കി മാറ്റിയെങ്കിൽ ഈ സിനിമയിൽ മറ്റു പല സാമ്പത്തിക ബിസിനസ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം മനുഷ്യരെ സോംബികളാക്കി മാറ്റിയിരുന്നത്. മലയാള സിനിമയിലെ ആദ്യത്തെ സോംബി സിനിമയായ ഈ ചിത്രം റിലീസായ കാര്യം പോലും ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല. എക്സ്പെരിമെന്റ് 5 എന്ന ഈ മലയാള സിനിമ 1947 സോവിയറ്റ് യൂണിയന്റെ ആ ക്രൂരമായ പരീക്ഷണത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് കാര്യമായ വിവരമൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. സ്നാപക യോഹന്നാൻ 1963 പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സിനിമയാണ് സ്നാപക യോഹന്നാൻ. ഈ സിനിമ ഒരു വലിയ പരീക്ഷണ ചിത്രമായിരുന്നു. കാരണം ഇന്ത്യൻ സിനിമയിൽ ബൈബിൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ആദ്യ സിനിമയായിരുന്നു മലയാള സിനിമയായ സ്നാപക യോഹന്നാൻ. ഈ സിനിമ സംവിധാനം ചെയ്തത് പി സുബ്രഹ്മണ്യമാണ്. അതായത് നമ്മുടെ ഹൃദയം സിനിമയുടെ നിർമ്മാതാവിന്റെ മുത്തശ്ശൻ പി സുബ്രഹ്മണ്യം തന്റെ പ്രൊഡക്ഷൻ ഹൗസായ മേരിലാൻഡ് സിനിമയുടെ കീഴിൽ ഒരുപാട് ഹൈന്ദവ ഭക്തി പടങ്ങൾ എടുക്കുന്നതിൽ നിന്നും മാറി ആദ്യമായി നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ ഭക്തിപടവും കൂടിയായിരുന്നു സ്നാപക യോഹന്നാൻ. ഈ സിനിമയ്ക്ക് ഒരുപാട് വലിയ പ്രത്യേകതകളുണ്ട്. 1960 കാലഘട്ടങ്ങളിൽ വളരെ സാധാരണ കുടുംബ പ്രണയ സിനിമകൾ മാത്രം കണ്ടിരുന്ന മലയാളികളുടെ മുന്നിലേക്ക് വലിയ ക്യാൻവാസിൽ ഒരുപാട് ആളുകളെ നിറച്ച് വലിയ സെറ്റും ആർട്ട് വർക്കും ഗംഭീര വിഷ്വൽസും ചേർത്ത ഒരു വലിയ സിനിമ തന്നെയാണ് അവർ നിർമ്മിച്ചത്. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ജോസ് പ്രകാശ് ആണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ സ്നാപക യോഹന്നാനെ അവതരിപ്പിച്ചത്. എന്നാൽ ഈ സിനിമയിൽ യേശുക്രിസ്തുവിനെ കാണിക്കുന്നുണ്ട്. കാരണം യേശുക്രിസ്തുവിനെ കാണിക്കാതെ ഈ സിനിമ മുന്നോട്ട് പോകാൻ കഴിയില്ല. സിനിമയിലെ പ്രധാന കഥാപാത്രം സ്നാപക യോഹന്നാൻ ആണല്ലോ. അപ്പോൾ യേശുവിനെ കാണിച്ചു കഴിഞ്ഞാൽ പ്രധാന കഥാപാത്രമായ സ്നാപക യോഹന്നാന്റെ മഹത്വം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി യേശുവിനെ കാണിക്കുന്ന സമയത്തൊന്നും യേശുവിന്റെ മുഖം സിനിമയിൽ അവർ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ ടൈറ്റിൽ തെളിഞ്ഞു വരുമ്പോൾ പോലും യേശുവിന്റെ മുഖം താഴ്ന്നാണ് കിടക്കുന്നത്. പ്രേം നസീർ പോലും ഒരു ജാടയുമില്ലാതെ ജൂലിയസിന്റെ വേഷം ഭംഗിയായി സിനിമയിൽ അവതരിപ്പിച്ചു. സിനിമയിൽ സ്നാപക യോഹന്നാന്റെ സുഹൃത്തായ യേശുക്രിസ്തു മരണപ്പെടുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളായ ശക്തമായ വലിയ കാറ്റ്, പൊളിഞ്ഞു വീഴുന്ന ഭിത്തികൾ, ആടിയുലയുന്ന മരങ്ങൾ, ഉഗ്രകോപത്തോടെയുള്ള ഇടിമിന്നലുകളെല്ലാം ആ കാലഘട്ടത്തിൽ വളരെ റിയലിസ്റ്റിക് ആയി അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം ചില പ്രത്യേക സീനുകൾ എടുക്കുന്നതിന് വേണ്ടി അവർ ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വരെ പോവുകയും ചെയ്തിരുന്നു. ഈ സിനിമ ഇറങ്ങുന്നതിനും കൃത്യം 4 വർഷം മുൻപ് പുറത്തിറങ്ങിയ 1959 ബെൻഹർ എന്ന ഹോളിവുഡ് സിനിമ ഇൻസ്പയർ ചെയ്താണ് അവർ ഈ സിനിമ ഉണ്ടാക്കിയത്. ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ പ്രിന്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഒന്ന് കണ്ടു നോക്കുക. കറുത്ത രാത്രികൾ 1967 മറ്റൊരു പി സുബ്രഹ്മണ്യം സിനിമയാണ് കറുത്ത രാത്രികൾ. മലയാള സിനിമയിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ സിനിമയാണ് കറുത്ത രാത്രികൾ. സിനിമയിലെ പ്രധാന കഥാപാത്രമായ മധു ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അദ്ദേഹം ഒരു അത്ഭുത മരുന്ന് കണ്ടുപിടിക്കുന്നു. അതായത് ഒരു മനുഷ്യനെ പെട്ടെന്ന് ഭീകരജീവിയാക്കുന്ന ഒരു മരുന്ന്. അതുമാത്രമല്ല, ആ ഭീകരജീവിയായ മനുഷ്യനെ തിരികെ പഴയ രൂപത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള മെഡിക്കൽ ഫോർമുലയും അദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീടുണ്ടാകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയുടെ കഥ. 1967 ഒരു സയൻസ് ഫിക്ഷൻ സിനിമ മലയാളത്തിൽ വന്ന് ഇതുവരെ ആരും പറയാത്ത വ്യത്യസ്തമായ ഒരു പ്രമേയം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായ സംഭവമല്ല. 1886 റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ ദി സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജേക്കൽ ആൻഡ് മിസ്റ്റർ ഹൈഡെ എന്ന ഹൊറർ നോവലിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് പി സുബ്രഹ്മണ്യം മലയാളത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ സിനിമയായ കറുത്ത രാത്രികൾ നിർമ്മിച്ചത്. സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം 2021 പുറത്തിറങ്ങിയ ഒരു എക്സ്പെരിമെന്റ് സിനിമയാണ് സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം. ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റിസ്ക് എടുത്ത ഒരു പരീക്ഷണ സിനിമയായിരുന്നു. അതായത് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളേ ഉള്ളൂ. ഈ സിനിമയുടെ ദൈർഘ്യം 85 മിനിറ്റ് ആണ്, അതായത് 1.25 മണിക്കൂർ. എന്നാൽ ഇത്രയും സമയം കട്ട് ചെയ്യാതെ ഒരൊറ്റ ക്യാമറ ആംഗിളിലൂടെയാണ് സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തത്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ പൊസിഷനിൽ മാത്രമാണ് ക്യാമറ വെച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഒരു കാറിനുള്ളിൽ വെച്ചാണ്. യാത്ര ചെയ്യുന്ന കാറിന്റെ ഡാഷ്ബോർഡിലെ ക്യാമറയിലൂടെയാണ് കഥ പറയുന്നത്.
അതായത് 1 മണിക്കൂർ 25 മിനിറ്റ് ഒരൊറ്റ ക്യാമറ ആംഗിളായ കാറിന്റെ ഡാഷ്ബോർഡിൽ ഘടിപ്പിച്ച ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കട്ട് ചെയ്യാത്ത സിംഗിൾ ടേക്ക് സിനിമയാണ് സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം എന്ന ഈ ഒരു എക്സ്പെരിമെന്റ് സിനിമ. 1 മണിക്കൂർ 25 മിനിറ്റ് മുഴുവൻ ഡയലോഗ് മറക്കാതെ പറയാൻ വേണ്ടി 1 മാസത്തെ റിഹേഴ്സൽ നടീനടന്മാർക്കുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിൽ കട്ടില്ലാത്തത് കൊണ്ട് ഷൂട്ടിംഗ് സമയത്ത് ഹെഡ്ഫോണിലൂടെ ലൈവായി സംവിധായകൻ അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയായിരുന്നു ചെയ്തത്. എഴുതി പൂർത്തിയാക്കിയ ഡയലോഗുകൾക്ക് പുറമെ സാഹചര്യത്തിനനുസരിച്ച് ഡയലോഗുകൾ നടീനടന്മാർ കയ്യിൽ നിന്നും വിട്ട് പറയുകയായിരുന്നു ചെയ്തത്. പഞ്ചവടി പാലം. 1984 KG ജോർജ് സിനിമയാണ് പഞ്ചവടി പാലം. മലയാള സിനിമയിൽ അതുവരെ ആരും പരീക്ഷിക്കാത്ത ബ്ലാക്ക് കോമഡി മുഴുവനുമായി ഉൾപ്പെടുത്തിയ ആദ്യ മലയാള സിനിമയായിരുന്നു പഞ്ചവടി പാലം. ഈ ബ്ലാക്ക് കോമഡി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് കേൾക്കാനോ പറയാനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ അസ്വസ്ഥമാക്കാനോ കഴിയുന്ന വിഷയങ്ങൾ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്ന ശൈലിയാണ് ബ്ലാക്ക് കോമഡി. കേരളത്തിലെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് സിനിമയുടെ പ്രധാന കണ്ടന്റ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ കാർട്ടൂൺ പോലെയാണ് പെരുമാറുന്നത്. അതോടൊപ്പം സംവിധായകനായ KG ജോർജ് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് അതുവരെ ആരും ഉപയോഗിക്കാത്ത വെറൈറ്റി പേരുകളായിരുന്നു. ശിഖണ്ഡിപ്പിള്ള, ഇസഹാക്ക് തരകൻ, യൂദാസ് കുഞ്ഞ്, അവറാച്ചൻ സ്വാമി, ജീമൂതവാഹനൻ, ദുശാസനക്കുറുപ്പ്, പൂതന തുടങ്ങിയവ. ഈ സിനിമയ്ക്ക് ശേഷമാണ് പിന്നീട് കഥാപാത്രങ്ങളുടെ പേരുകളിൽ മാറ്റം വരുത്തി ഹാസ്യം ഉൾപ്പെടുത്തി മാള, ജഗതി, കുതിരവട്ടം പപ്പു പോലുള്ള കൊമേഡിയൻസ് പല സിനിമകളിൽ കോമഡിക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓ ഫാബി. 1993 K. ശ്രീകുട്ടൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഓ ഫാബി. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ ലൈവ് ആക്ഷൻ ആനിമേഷൻ ഹൈബ്രിഡ് സിനിമയാണ് ഓ ഫാബി. ഒരു കുട്ടിയും ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്ന ആനിമേറ്റഡ് ക്യാരക്ടറും തമ്മിലുള്ള സൗഹൃദമാണ് സിനിമയുടെ കഥ. 1988 ഹോളിവുഡ് സിനിമയായ ഹൂ ഫ്രെയിംഡ് റോജർ റാബിറ്റിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഈ സിനിമ ഇന്ത്യൻ സിനിമയിലെന്നല്ല ഏഷ്യ ഭൂഖണ്ഡത്തിൽ ആദ്യമായി അവർ പരീക്ഷണം നടത്തിയത്. എന്നാൽ ലൈവ് ആക്ഷൻ ആനിമേഷനുള്ള ഈ സിനിമയ്ക്ക് ഒരു സ്റ്റോറി ബോർഡോ ആനിമേഷൻ ഇൻസ്ട്രക്ടറോ പോലും ഇല്ലാതെയാണ് അവർ ഈ സിനിമ മുഴുവനുമായി ഷൂട്ട് ചെയ്തത്. അതിന്റെ പേരിൽ ഒരുപാട് വഴക്ക് അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഹോളിവുഡിൽ ആനിമേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന റോട്ടോസ്കോപ്പി മെഷീൻ പോലും അവർക്കില്ലായിരുന്നു. ആനിമേറ്റഡ് ക്യാരക്ടറിന്റെ സ്ഥാനത്ത് മേള രഘുവിനെ വെച്ചിട്ടാണ് അവർ ആദ്യം സിനിമ ഷൂട്ട് ചെയ്തത്. മേള രഘുവിനെ നോക്കിയായിരുന്നു അഭിനേതാക്കൾ സിനിമയിൽ അഭിനയിച്ചത്. അതിനുശേഷം ആ ഭാഗമില്ലാതെ ഷൂട്ട് ചെയ്ത് ആനിമേഷൻ ആഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. 1.5 വർഷം കൊണ്ട് 1.4 കോടിക്ക് പിടിച്ച ഈ സിനിമ അന്നത്തെ കാലത്ത് വലിയ ബജറ്റിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ടു. പെൻഡുലം. 2023 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ സിനിമയാണ് പെൻഡുലം. ഈ സിനിമയിൽ ടൈം ട്രാവലിംഗിനെയും ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. ലൂസിഡ് ഡ്രീമിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി സ്വപ്നം കാണുന്നു. എന്നാൽ സ്വപ്നം കാണുന്ന ആൾക്ക് സ്വപ്നത്തിനിടയിൽ ഞാൻ സ്വപ്നം കാണുകയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ലൂസിഡ് ഡ്രീമിംഗ് എന്ന ഈ ഒരു ആശയത്തിന്റെ കൂടെ ടൈം ട്രാവലിംഗും ചേർത്താണ് പെൻഡുലം എന്ന സിനിമ തയ്യാറാക്കിയത്. 2 കുട്ടികൾ രാത്രിയിൽ കാണുന്ന സ്വപ്നവും പിന്നീട് ആ സ്വപ്നത്തിനുള്ളിലൂടെ പല ആളുകളും യാത്ര ചെയ്യുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന സർപ്രൈസിംഗ് ത്രില്ലിംഗ് പരിപാടിയാണ് സിനിമയുടെ കഥ. അതുവരെ ആരും മലയാള സിനിമയിൽ പരീക്ഷിക്കാത്ത ഒരു ഗംഭീര എക്സ്പെരിമെന്റ് സിനിമയായിരുന്നെങ്കിൽ പോലും സിനിമ കണ്ട ഒരുപാട് ആളുകൾക്ക് കഥ കൺഫ്യൂസിംഗ് ആയി തോന്നിയിട്ടുണ്ട് എന്ന് സിനിമയുടെ റിലീസിംഗ് സമയത്ത് അഭിപ്രായപ്പെട്ടിരുന്നു. ചാപ്പാക്കുരിശ്. 2011 സമീർ താഹിർ സിനിമയാണ് ചാപ്പാക്കുരിശ്. സൗത്ത് കൊറിയൻ സിനിമയായ ഹാൻഡ്ഫോണിൽ നിന്നും കഥ ഇൻസ്പയർ ചെയ്ത് 2002 പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയായ ചേഞ്ചിങ് ലൈനിന്റെ മേക്കിംഗ് ആണ് ചാപ്പാക്കുരിശിന് വേണ്ടി സമീർ താഹിർ മലയാള സിനിമയിൽ പരീക്ഷിച്ചത്. ഈ സിനിമ ഒരു വലിയ എക്സ്പെരിമെന്റ് സിനിമയായിരുന്നു. അതായത് DSLR ക്യാമറയിൽ ഷൂട്ട് ചെയ്ത മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ സിനിമയാണ് ചാപ്പാക്കുരിശ്. കാനോൺ 5D, 7D എന്നീ ക്യാമറകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചത്. ഈ സിനിമയുടെ ആശയം വ്യത്യസ്തമായതുകൊണ്ട് കുറഞ്ഞ ബജറ്റിൽ ഉയർന്ന നിലവാരത്തിലുള്ള മേക്കിംഗ് ഇനി മുതൽ മലയാള സിനിമയിൽ ചെയ്യാൻ കഴിയുമെന്ന് അവർ ഈ സിനിമയിലൂടെ തെളിയിക്കുകയായിരുന്നു ചെയ്തത്. അതുമാത്രമല്ല, ഈ സിനിമയുടെ കളർ ടോണും സിനിമ പോകുന്നത് റിയൽ ആൻഡ് റോ ആയതുകൊണ്ട് ആ ഒരു റോ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ് അവർ DSLR ക്യാമറ സിനിമയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തത് എന്ന് സിനിമാറ്റോഗ്രാഫറായ ജോമോണ്ടി ജോണും സംവിധായകനും അവകാശപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എക്സ്പെരിമെന്റ് സിനിമ റോ ആയിട്ടുള്ള ഒരുപാട് വ്യത്യസ്ത സിനിമകൾ പിന്നീട് മലയാളത്തിൽ സംഭവിക്കാൻ ഇൻസ്പയർ ആയിട്ടുണ്ട്. അപരിചിതൻ. 2004 പുറത്തിറങ്ങിയ സഞ്ജീവ് ശിവൻ സിനിമയാണ് അപരിചിതൻ. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ഓജോ ബോർഡ് കേന്ദ്രീകരിച്ച് പുറത്തിറങ്ങിയ ആദ്യ സിനിമയാണ് മലയാള സിനിമയായ അപരിചിതൻ. മുൻപ് പല കഥകളിലൂടെ വായിച്ചിട്ടുണ്ടെങ്കിലും ഓജോ ബോർഡ് എന്താണെന്നും ഓജോ ബോർഡിന്റെ ഒരു വലിയ ഭീകരാവസ്ഥയെക്കുറിച്ചും സിനിമയിൽ വളരെ ത്രില്ലിംഗ് ആയി കാണിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി കുറച്ച് സിനിമാറ്റിക് എലമെന്റുകൾ ഓജോ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് ശേഷമാണ് പിന്നീട് ഒരുപാട് ആളുകൾ ഓജോ ബോർഡ് ഉപയോഗിക്കാനും ഓജോ ബോർഡ് ബേസ് ചെയ്ത് പല സിനിമകൾ ഇന്ത്യയിലെ പല ഭാഷകളിൽ വരാനും തുടങ്ങിയത്. ഭരതൻ ഇഫക്റ്റ്.
2007 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഭരതൻ എഫക്ട്. യഥാർത്ഥ സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമാറ്റിക് സയൻസ് ഫിക്ഷൻ മൂവിയായിരുന്നു ഭരതൻ എഫക്ട്. സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് മധു മുട്ടമാണ്. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഡെപ്ത് എത്രത്തോളമാണെന്ന് അദ്ദേഹം എഴുതിയ പല സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പരീക്ഷണ സിനിമയായിരുന്നു ഭരതൻ എഫക്ട്. ആന്റി ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണ വിരുദ്ധത എന്ന ആശയം ഉപയോഗിച്ച് ഇന്ധനമില്ലാതെ പറക്കാൻ കഴിയുന്ന ഒരു ചെറിയ പേടകം നിർമ്മിക്കുന്ന പ്രതിഭാശാലിയായ ഒരു കണ്ടുപിടുത്തക്കാരനെ കുറിച്ച് പറയുന്ന സിനിമയാണ് ഭരതൻ എഫക്ട്. നിക്കോള ടെസ്ലയുടെ ആന്റി ഗ്രാവിറ്റി വർക്കായ ഫ്ലൈയിങ് ഡിസ്ക് ബേസ് ചെയ്താണ് മധു മുട്ടം ഭരതൻ എഫക്ട് ഉണ്ടാക്കിയത്. എന്നാൽ സയൻസിനോടൊപ്പം കുറച്ച് വിശ്വാസങ്ങളും മിത്തുകളും ചേർത്ത് വെച്ച് അദ്ദേഹം 2007 ഇത്രയും വലിയ പരീക്ഷണ സിനിമ എഴുതിയപ്പോൾ ആ സിനിമ കണ്ട പല ആളുകൾക്കും അത് കൃത്യമായി വർക്കൗട്ടായില്ല. ഇബലീസ് 2018 രോഹിത് വി എസ് സിനിമയാണ് ഇബലീസ്. മലയാള സിനിമയിൽ അധികം ആരും പറയാത്ത ഒരു വ്യത്യസ്ത പ്രമേയമായിരുന്നു ഇബലീസിന്റേത്. ഒരു ഫാന്റസി സിനിമയായിരുന്നെങ്കിലും മരണമാണ് സിനിമയുടെ പ്രധാന തീം. കരയുന്നതിന് പകരം മരണത്തെ ആഘോഷമാക്കുന്ന ഒരു സാങ്കല്പിക നാട്. മധുരവും ലഘുഭക്ഷണങ്ങളും ചിരികളും കൊണ്ട് മരണത്തെ വരവേൽക്കുന്ന നാട്ടുകാർ. മരണത്തിന് ശേഷം മരിച്ചവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്നും മരണാനന്തരമുള്ള ജീവിതം എങ്ങനെയാണെന്നും പറയുന്ന ഈ പരീക്ഷണ സിനിമ മരണത്തിന്റെ വേറൊരു ചിന്താഗതിയാണ് പ്രേക്ഷകർക്ക് തുറന്നു കാണിക്കുന്നത്. ഒരു പ്രത്യേക മൂഡിൽ കണ്ടു കഴിഞ്ഞാൽ സിനിമയുടെ കോസ്റ്റ്യൂമും ആ സാങ്കല്പിക നാടും അവിടുത്തെ ആളുകളും അവരുടെ ജോലിയും സംസാര രീതിയും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇബലീസ് എന്ന ഈ ഒരു എക്സ്പെരിമെന്റ് സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.